നമസ്കാരം, എല്ലാവർക്കും കേരള കരിയേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ KPSC ഗസ്റ്റഡ് ഡേറ്റ് 1/3/2024 പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ ഗ്രേഡ് 2 ഓവർസിയർ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ഫോർ പബ്ലിക് വർക്ക്സ് അല്ലെങ്കിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കേരള PSCയുടെ ഡീറ്റെയിൽഡ് സിലബസ് തസ്തിക വൈസായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് എന്ന ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള കരിയേഴ്സ് എന്ന ടെലഗ്രാം ചാനലുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. കേരള PSC പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ കാറ്റഗറി നമ്പർ 008/2024 വിളിച്ചിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് പബ്ലിക് വർക്ക്സ് അല്ലെങ്കിൽ ഇറിഗേഷൻ. വിളിച്ചിരിക്കുന്ന തസ്തിക എന്ന് പറയുന്നത് സെക്കൻഡ് ഗ്രേഡ് ഓവർസിയർ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ. സാലറി സ്കെയിലായി കൊടുത്തിരിക്കുന്നത് 31,100 രൂപ മുതൽ 66,800 രൂപ വരെയാണ് സാലറി സ്കെയിലായി കൊടുത്തിരിക്കുന്നത്. നമ്പർ ഓഫ് വേക്കൻസി ആൻറ്റിസെപ്റ്ററി വേക്കൻസി ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് വൈഡായാണ്. അതിൽ ഡയറക്റ്റ് ജനറൽ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിലാണ് ഇത് വരുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക്, അതായത് 2/1/1988 1/1/2006 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതോടൊപ്പം അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് SC അല്ലെങ്കിൽ ST കാൻഡിഡേറ്റ്സിന് കേരള PSCയുടെ യൂഷ്വൽ ഏജ് റിലാക്സേഷനും ഉണ്ടാവുന്നതാണ്. ക്വാളിഫിക്കേഷനിൽ താഴെ പറയുന്ന ക്വാളിഫിക്കേഷനുകളിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. അതിൽ ആദ്യമായി വരുന്നത് നിങ്ങൾക്ക് ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് അണ്ടർ KGTE അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് എക്സാമിനേഷൻ പാസ്സായിരിക്കേണ്ടതാണ്. ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് KGTDയോ അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് എക്സാമിനേഷനോ പാസ്സായിരിക്കേണ്ടതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് ഉള്ളവരാണെങ്കിൽ അവർക്ക് താഴെ പറയുന്ന 4 ഗ്രൂപ്പിൽ ഉള്ളവരായിരിക്കണം. അതിൽ ഏതൊക്കെയാണ് ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടത് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യമായി വരുന്നത് ബിൽഡിംഗ് ഡ്രോയിങ്, രണ്ടാമതായി വരുന്നത് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, മൂന്നാമതായി വരുന്നത് സർവേ, നാലാമതായി വരുന്നത് ഇറിഗേഷൻ. ഈ പറയുന്ന 4 ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് ആയിരിക്കണം നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത്. ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് താഴെ പറയുന്ന ഈ 8 സബ്ജക്റ്റും നിങ്ങൾ പാസ്സായിരിക്കേണ്ടതാണ്. അതിൽ ആദ്യമായി വരുന്നത് സർവേ ആൻഡ് ലെവലിംഗ്, രണ്ടാമതായി വരുന്നത് അപ്ലൈഡ് മെക്കാനിക്സ്, മൂന്നാമതായി വരുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ, നാലാമതായി വരുന്നത് ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ, അഞ്ചാമതായി വരുന്നത് ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേഷൻ, ആറാമതായി വരുന്നത് എർത്ത് വർക്ക് ആൻഡ് റോഡ് മേക്കിംഗ്, ഏഴാമതായി വരുന്നത് ജിയോമെട്രിക്കൽ ഡ്രോയിങ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ പ്ലാൻ ആൻഡ് സോളിഡ് ജിയോമെട്രി. ആൻഡ് അതോടൊപ്പം നിങ്ങൾക്ക് എട്ടാമതായി വരുന്നത് മെൻസുറേഷൻ. ഈ പറയുന്ന ഈ 8 കാര്യങ്ങളും സബ്ജക്റ്റുകളും നിങ്ങൾ പാസ്സായിരിക്കേണ്ടതാണ്.
അതും ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അടുത്തൊരു ഓപ്ഷനായി കൊടുത്തിരിക്കുന്നത് ഡിപ്ലോമ ഇൻ ഡ്രാഫ്റ്റ്സ്മാൻഷിപ്പ് ട്രേഡ് പാസ്സായിരിക്കണം. അതായത് ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ അല്ലെങ്കിൽ സർവേയർ ട്രേഡ് പാസ്സായിരിക്കേണ്ടതാണ്. അതും 18 മാസത്തെ കോഴ്സും അതോടൊപ്പം 6 മാസത്തെ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ അതായത് ITIയിൽ നിന്നും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് ലേബറിൻ്റെ പാസ്സായിട്ടുള്ളവരാണെങ്കിൽ അവർക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതായത് ITI ഡ്രാഫ്റ്റ്സ്മാൻ സിവിലോ അല്ലെങ്കിൽ സർവേയർ ട്രേഡോ പാസ്സായിട്ടുള്ളവരാണെങ്കിൽ അവർക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ഈ പറയുന്ന ക്വാളിഫിക്കേഷനും ഇല്ലാത്ത പക്ഷം അടുത്ത ഓപ്ഷനായി കൊടുത്തിരിക്കുന്നത് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്. അതും 2 വർഷത്തെ കോഴ്സ് വുമൻസ് പോളിടെക്നിക് കോളേജിൽ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അവർക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ഇത്രയും ക്വാളിഫിക്കേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ടോട്ടൽ 4 ഓപ്ഷൻസാണ് കൊടുത്തിരിക്കുന്നത്. 4 ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്ലിക്കേഷൻ എലിജിബിലിറ്റി മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് 2 പേർക്കും ഈ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. ആപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 3/4/2024. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കേരള PSCയുടെ ഡീറ്റെയിൽഡ് സിലബസ് തസ്തിക വൈസായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് എന്ന ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള കരിയേഴ്സ് എന്ന ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതുവരെയും കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.